ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഒരു വ്ളോഗ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അങ്ങനെ പിടുത്തമൊന്നുമില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്കിന്ന് വോട്ട് ചെയ്യാൻ പോകാനല്ലേ, എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു വ്ളോഗ് അത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ വോട്ട് ചെയ്യാൻ പോകണം, പിന്നെ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ആ ഒരു വ്ളോഗ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ പോകുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു പെണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളേതെങ്കിലും ഒരു പാർട്ടി കൊണ്ടുവന്ന ഒരു കാർഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ID കാർഡ് വന്നത് ഇപ്പോൾ ഇത് ഇങ്ങനെയാണ്. പിന്നെ ID കാർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മാസ്ക് എടുത്തിട്ട് കുറച്ചൊരു ധൈര്യം പോരാ. അപ്പോൾ നമ്മൾ കുറേ ആൾ കൂടുന്നിടത്തിലേക്ക് പോകുന്നതല്ലേ. പിന്നെ ഞാൻ സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ അവർ വന്നപ്പോൾ എന്തെങ്കിലും ഒരു കാർഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിധം കാർഡൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ലൈസൻസ്, ആധാർ കാർഡൊക്കെ ഞാൻ എടുത്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ വന്നിട്ട് ഇനി ഒന്നും കൂടെ അത് വേണം എന്ന് പറയുന്നതിനെക്കാട് നല്ലതല്ലേ. പിന്നെ ഞാനിപ്പോൾ 2 ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. ചിലപ്പോഴേ ഉള്ളൂ ഞാനത് ഉപയോഗിക്കാം. അവിടെ പോയിട്ട് നമുക്ക് ആ ഇങ്ക് ഇതാക്കുമ്പോൾ ഒക്കെ പാടാവൂലേ. അപ്പോൾ ഞാൻ എന്തായാലും ഗ്ലൗസ് ഇടട്ടെ, മാസ്ക് ഇടട്ടെ. ഇപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്, നമ്മൾ സാധാരണ നോർമലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് ഏതാ, N95ൻ്റെ മാസ്ക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് പോകാം, വേറെ വഴിയില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ബുദ്ധിമുട്ടിക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ മാസ്കൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് ഇറങ്ങട്ടെ. എനിക്കിപ്പോൾ എൻ്റെ അനിയനെ ഒന്ന് ട്യൂഷൻ ക്ലാസ്സിലാക്കാനുണ്ട്. അപ്പോൾ അവനെ ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം നമുക്ക് വന്ന് കഴിഞ്ഞിട്ട് മാറ്റണ്ടേ. അപ്പം ഞാനിവിടെ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഞാനിവിടെ തന്നെ വെക്കുകയാണ്. പിന്നെ ഇനി റൂമിലേക്കൊക്കെ കയറിയിട്ട് പോയിട്ട് എടുക്കണ്ടേ. അപ്പോൾ ഞാനത് ഡ്രസ്സ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പോവാം, ഇറങ്ങാനായിട്ട്. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. ഞാനിപ്പോൾ വണ്ടി കയറിയിട്ടുണ്ട്. ഇപ്പോൾ അനിയനുണ്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നു അവനെ ഒന്ന് ട്യൂഷൻ ക്ലാസ്സിലാക്കാമെന്നുള്ള. അപ്പോൾ അവനുണ്ട്, പിന്നെ അനിയത്തിയുണ്ട്. എനിക്ക് വോട്ട് ചെയ്യുമ്പം അവിടേക്കൊന്ന് ഒപ്പരം നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേറൊരു പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവൻ്റെ പാപ്പൻ്റെ മോനാണ്. ഇവൻ്റെ എന്തോ ബുക്കൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി ബുക്കൊക്കെ എടുത്തിട്ട് നേരെ ഇവനെ ട്യൂഷൻ ക്ലാസ്സിലാക്കണം, എന്നിട്ട് വോട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഒക്കെ എടുത്തിട്ട് വരാം. ചേച്ചി അടുത്തേക്കാണ് കേട്ടോ. ഓ ഷിറ്റ്, സൈഡ് നിർത്തേ. നമുക്കിവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ട്. ആ മുമ്പിൽ പോണ എൻ്റെ അച്ഛനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് കയറാം. ബുദ്ധിമുട്ടാണ്, നോക്കി വെക്കാം. ഓക്കെ, കയറി. അപ്പോൾ ഞാൻ ഇവൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഒന്ന് അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് നേരെ അവനെ അവിടെ ആക്കി കൊടുക്കണം, ട്യൂഷൻ സെൻറ്ററിൽ. അപ്പോൾ ഇനി നേരെ ഇവനെ നമുക്ക് ട്യൂഷൻ സെൻറ്ററിലായി കൊടുക്കാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുമ്പ് കൂടിയാന്ന് തോന്നുന്നു നമ്മൾ വോട്ട് ചെയ്യുന്ന ആ ഒരു പോളിംഗ് ബൂത്തിൻ്റെ സെൻറ്ററിന് മുമ്പ് കൂടിയാന്ന് തോന്നുന്നുണ്ട്. ചോദിച്ചു നോക്കാം, എനിക്ക് അറിയില്ല. അവൻ്റെ അച്ഛനൊക്കെയാണ് കൊണ്ടാക്കൽ. ഇന്നിപ്പം അതായത് എൻ്റെ പാപ്പിക്ക് വോട്ട് തന്ന ഇവിടെയല്ല, പാപ്പീൻ്റെ വീട്ടിലാണ്. പിന്നെ പാപ്പൻ ഇതിൻ്റെ പരിപാടിയായിട്ട് നടക്കുകയാണ്, എലക്ഷൻ. പിന്നെ അച്ഛനും എല്ലാവരും എലക്ഷൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. നമുക്ക് നേരെ ഇവനെ ആക്കിയിട്ട് അങ്ങോട്ട് പോകുന്നു, ചോദിച്ചു നോക്കാം. പറഞ്ഞല്ലോ, റോഡ് പണി നടക്കുന്നതിനെ കൊണ്ട് അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് ഇവിടെ കാണാനുണ്ട്. ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഇറക്കണം. റോഡ് പണിയല്ല, നമുക്കിവിടെ പാലം പണിയുന്നുണ്ട്, അതിൻ്റെയാണ്. ഇപ്പോൾ റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര അലമ്പാണ്. ഇതിനു മുമ്പ് ഇതിനും കഷ്ടമായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി ശരിയായി വന്നിട്ടേ ഉള്ളൂ.
ഇവിടെയാണ് പാലം പണിയുന്നത്. അപ്പം ഞങ്ങളെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് ഈ പ്രശാന്ത് കുമാർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ LDFൻ്റെ വരുന്നത് MN പ്രവീണാണ്. പിന്നെ നമുക്ക് UDF വരുന്നത് സത്യനാഥൻ എന്ന് പറഞ്ഞ ആളാണ്. സത്യനാഥൻ സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ട് സത്യനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള. സത്യനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള. ഓ എൻ്റെ അമ്മേ, റോഡ് പണിയാണ്, അത്രക്ക് മനോഹരമാണ് റോഡൊക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, ഞങ്ങളെ വോട്ട് സെൻറ്റർ അവിടെയാണ് വരുന്നത്. സോനെ ഒതുക്കിയെടുക്ക, ഇറക്കിയെടുക്കുക, ഒരു ശ്രദ്ധിക്കണം. ഒതുക്കുക, കുഴപ്പമില്ല. ഞങ്ങളെ വോട്ട് ഇത് ഇവിടെയാണ് വരുന്നത്. അതോ ഓരോ സ്ഥാനാർത്ഥികളെ ഇത് വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ റൈറ്റ് എടുത്തിട്ടാണ്. ആശു ട്യൂഷൻ സെൻറ്റർ ഇങ്ങോട്ടല്ലേ? നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. ഞങ്ങൾ ഒരു കാറ് വരുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ടാക്കും കൂടെ നമ്മളങ്ങനെ പോകുന്നുണ്ടാവില്ല. നമുക്ക് ഓക്കെ അവർ നമുക്ക് സൈഡാക്കി തന്നു. വീടിൻ്റെ അടുത്തുള്ള ബാഗ് വേണ്ട, നല്ല പഠിപ്പാണ് ആൾ, അതുകൊണ്ടാണ്. എൻ്റെ കയ്യിൽ വോട്ടൊക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു അടയാളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സൂക്ഷിച്ച് വെക്കുന്ന മാതിരി കൊണ്ടെടുക്കുമല്ലോ. 2 ദിവസം കിട്ടിയാലായി, 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കുകയായിരിക്കും, കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. പക്ഷെ അതുവരെ ഒരു ഇതാണല്ലോ, ഞാൻ വോട്ട് ചെയ്തു, ഞാനൊരു ഭാഗമായിട്ട് എനിക്കും ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളൊക്കെ ഒരു അവകാശമല്ലേ, അപ്പോൾ അതങ്ങോട്ട് കിട്ടിയപ്പോൾ എന്തോ ഒരു തൃപ്തി. അപ്പം നമുക്ക് വോട്ടറിൻ്റെ അതിന് അവിടെ പോയപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്കൊരു പൊതുവെ ഒരു ടെൻഷനാണല്ലോ. നോക്കുമ്പം ഞാൻ നോക്കിയ ആൾ 2 ആളും ഒരേ പേരിൽ വരുന്നുണ്ട്. അപ്പം ഒരേ പേരിലുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷനാണ്, ഇതാണ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു പിക്ചർ നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്തതാണ്. പേര് വായിച്ചിട്ടില്ല എന്നല്ല, പേര് വായിച്ച് ചെയ്തതാണ്. ഓക്കെ.